നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജർമ്മൻ വവൽസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിലുള്ള അതേ വവൽസ് തന്നെയാണ് ജർമ്മനിലുള്ളത്. ഇവിടെ വവൽസിൻ്റെ ഉച്ചാരണ രീതി അനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ലോങ് വവൽസ് അഥവാ ദൈർഘ്യമേറിയ സ്വരാക്ഷരങ്ങൾ എന്നും ഷോർട്ട് വവൽസ് അഥവാ ഹ്രസ്വ സ്വരാക്ഷരങ്ങൾ എന്നും തരംതിരിച്ചിരിക്കുന്നു. ലോങ് വവൽസ് ഉച്ചരിക്കുന്നത് നീട്ടിയും അവ ഒരു കൺസണൻറ്റിന് അഥവാ വ്യഞ്ജനാക്ഷരത്തിന് മുമ്പുമാണ് വരുന്നത്. ഹ്രസ്വ സ്വരാക്ഷരങ്ങൾ സാധാരണയായി ഇരട്ട വ്യഞ്ജനാക്ഷരത്തിന് മുമ്പ് അഥവാ ഡബിൾ കൺസണൻറ്റിന് മുമ്പായി കാണപ്പെടുന്നു. ഇത് വേഗത്തിലും ഊന്നിയുമാണ് ഉച്ചരിക്കപ്പെടുന്നത്. നമുക്ക് കുറച്ച് വാക്കുകൾ ഉദാഹരണങ്ങളായി നോക്കാം. ലോങ് വവൽസിന് ഉദാഹരണങ്ങൾ ഫാറ്റർ, ഗൂട്ട്, ഷ്യോൺ. ഫാറ്റർ, ഗൂട്ട്, ഷ്യോൺ. ഷോർട്ട് വവൽസിൻ്റെ ഉദാഹരണങ്ങൾ സോൾ, ക്യൊനൻ, കെല്ലർ. സോൾ, ക്യൊനൻ, കെല്ലർ. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്ക് മലയാളത്തിൽ തൊമ്മനും തോമയും തമ്മിൽ ഉച്ചാരണത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ. തോമ എന്നത് ഒരു ലോങ് വവലാണ്. അത് ഒരു എം വന്നപ്പോൾ ലോങ് ആയി ഉച്ചരിക്കുന്നു. തൊമ്മൻ എന്നത് ഷോർട്ട് വവലാണ്. ഇവിടെ 2 എം വരുന്നുണ്ട്. വവലിന് ശേഷം 2 കൺസണൻറ്റ് വരുന്നത് കൊണ്ട് നമ്മൾ ഷോർട്ടായി ഉച്ചരിക്കുന്നു. അടുത്തത് നമുക്ക് ഡിഫ്തോങ്സും അതിൻ്റെ ഉച്ചാരണവും പഠിക്കാം. എന്താണ് ഡിഫ്തോങ്സ്? 2 സ്വരാക്ഷരങ്ങൾ അഥവാ വവൽസ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു സ്വരശബ്ദത്തെയാണ് സംയുക്ത സ്വരം അഥവാ ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഇതിൻ്റെ ഉച്ചാരണം നമുക്ക് പഠിച്ചാലോ. ആ, ഉ, ഔ. കൗ എന്ന് ഉച്ചരിക്കുന്നത് പോലെ വേണം ഉച്ചരിക്കാൻ. ഉദാഹരണം ഫ്രൗ. അടുത്തത് എ, ഉ, ഒയ്. ബോയ് എന്ന് ഉച്ചരിക്കുന്നത് പോലെ വേണം ഒയ് ഉച്ചരിക്കാൻ. ഉദാഹരണം ഡോയച്ച്. ആ ഉംലൗട്ട് അല്ലെങ്കിൽ എ, ഉ, അതും ഒയ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം ഹൊയ്സർ. എ, ഇ. ഐ എന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. ഐ. ഉദാഹരണം ഐസ്. ഇനി ഇ, എ. ഇത് ഇ എന്ന് വേണം ഉച്ചരിക്കാൻ. മീറ്റിലെ ഇ എന്ന ഉച്ചാരണമാണ് ഇവിടെ വരുന്നത്. ഉദാഹരണം ടീഫ്. 2 എ വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം എ എന്ന് വേണം ഉച്ചരിക്കാൻ. സേയിലെ എ എന്ന പോലെ. ഉദാഹരണം ടേ, ടേ. 2 ഓ വരുമ്പോൾ അതിനെ ഓ എന്ന് വേണം ഉച്ചരിക്കാൻ. ഹോം എന്നതിൻ്റെ ഉച്ചാരണം പോലെ. ഉദാഹരണം ബോട്ട്. നമുക്ക് ഇന്ന് പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തു നോക്കിയാലോ. വവൽസിൻ്റെ ഉച്ചാരണമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഷോർട്ട് വവൽസും ലോങ് വവൽസും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. വവലിന് ശേഷം ഒരു കൺസണൻറ്റ് വരുമ്പോൾ അതിനെ നീട്ടിയും വവലിന് ശേഷം 2 കൺസണൻറ്റ് വരുമ്പോൾ അതിന് ചെറുതായി ഉച്ചരിക്കുന്നു. ഓർത്ത് വയ്ക്കാൻ നമ്മൾ പഠിച്ച ഉദാഹരണം തോമയും തൊമ്മനും. പിന്നെ ഡിഫ്തോങ്സുകൾ കണ്ടു. ഏതൊക്കെയാണ് ഡിഫ്തോങ്സുകൾ? ഔ, ഒയ്, ഐ, ഈ, എ, ഓ എന്നിങ്ങനെയാണ്. ഇതിൻ്റെ ഉച്ചാരണങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.